ബീസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ക്ലേ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ ക്ലേ തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. എന്തും കിട്ടിയാൽ വായിലിടുന്ന ടൈപ്പ് കുട്ടികൾക്ക് ഇത് കൊടുക്കരുത്. അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും. അവരെ കൂടുതൽ അടക്കിയിരുത്താൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ക്ലേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ 2 സ്പൂൺ ഇതേപോലെയുള്ള വലിയ സ്പൂണിൽ 2 സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം അതിന് നേരെ പകുതി 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്പം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല, അല്പം ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ചേരുവകളെ നന്നായി മിക്സ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ക്ലേ തയ്യാറാക്കാം. കുട്ടികളെ നമുക്ക് കുറച്ച് സമയം ഒന്ന് അടക്കി ഇരുത്താനും പറ്റും. അപ്പോൾ അതിനു വേണ്ടി കുഴച്ചെടുക്കാൻ വേണ്ടി അല്പം ചൂടുള്ള ഒരു വെള്ളമാണ് വേണ്ടത്. ഇളം ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് അല്പാൽപമായി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തി പാകത്തിനൊക്കെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അധികം ടൈറ്റ് ആവാൻ പാടില്ല, അധികം ലൂസും ആവാൻ പാടില്ല. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 3ആയി ഡിവൈഡ് ചെയ്യാം. ഓരോ പീസിനും ഓരോ കളറ് കൊടുക്കാം. അപ്പോൾ അതിലൊരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ നമുക്ക് ഇതേപോലെ പിങ്ക് കളറ്, അക്രിലിക് കളറ് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കളറൊക്കെ എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇതേപോലെ തന്നെ ഗ്രീൻ കളർ വെച്ചിട്ട് ഇതേപോലെ നന്നായി കുഴച്ച് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ കളറൊന്നും ഇല്ലെങ്കിൽ എടുക്കാവുന്ന ഒരു സൂത്രപ്പണിയാണിത്. ഉജാല ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ ഉജാല കുറച്ച് തുള്ളികൾ ഇതേപോലെ ഉറ്റിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പർപ്പിൾ കളറിലുള്ള ക്ലേ നമുക്ക് കിട്ടും. കളറില്ലാന്ന് വിചാരിച്ചാലും വിഷമിച്ച് നിൽക്കൊന്നും വേണ്ട, ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 3 കളറിലുള്ള ക്ലേ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ ഈ ക്ലേ വെച്ച് നമുക്ക് ഇതേപോലെ ഓരോ ഷേപ്സ് ഉണ്ടാക്കാം. ഇത് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കട്ടിയായി പോകുന്നതല്ല, എയർ ഡ്രൈ ക്ലേ അല്ല ഇത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. പെട്ടെന്ന് കേടായി പോകുന്നൊന്നുമല്ല. ഉപയോഗിക്കാത്ത സമയത്ത് നമുക്ക് ഇതേപോലെയുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കണം. വായു കടക്കാത്ത പാത്രത്തിൽ നന്നായി അടച്ചു വെക്കുക. അല്ലെങ്കിൽ ഇതിങ്ങനെ എയറുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ അതിങ്ങനെ ലൂസ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെക്കുക.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.